ഹലോ ഫ്രണ്ട്സ്, പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് ചെയ്യുക, അതല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കമ്പനിയെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുക, സ്റ്റഡി ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ ഫണ്ടമെന്റൽ അനാലിസിൽ പല കാര്യങ്ങളും നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. കമ്പനിയുടെ പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്, അതുപോലെ കമ്പനിയുടെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, കമ്പനിയുടെ ബിസിനസിനെ കുറിച്ച് അല്ലെങ്കിൽ ആ സെക്ടറിനെ കുറിച്ചുള്ള സ്റ്റഡീസ്, അതുപോലെ കമ്പനിയുടെ വാല്യുവേഷൻ. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫണ്ടമെന്റൽ അനാലിസിൽ മേജറായിട്ട് സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പൊ ഇതിൽ ഫിനാൻഷ്യൽ അനാലിസിന്റെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അനാലിസിസ് എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ള ചെറിയൊരു കാര്യമാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 3 മേജർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ സ്റ്റഡിയാണ് വരുന്നത്. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്, അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അതിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റിലെ പാസ്റ്റ് പെർഫോമൻസ് എങ്ങനെ സ്റ്റഡി ചെയ്യാം, അതിന്റെ സെയിൽസ് ഗ്രോത്ത്, അതേപോലെ പ്രോഫിറ്റബിലിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മാർജിൻ കേട്ടിട്ടുണ്ടാവും, ഓപ്പറേറ്റിംഗ് മാർജിൻ, നെറ്റ് പ്രോഫിറ്റ് മാർജിൻ, ഇതൊക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എന്താണ്, അതേപോലെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, അതേപോലെ ടാക്സ് പെർസെൻറ്റേജ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം നമുക്ക് എടുക്കാൻ പറ്റിയ ആനുവൽ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് വെബ്സൈറ്റുകളിലെല്ലാം പാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിലേക്കുള്ള ഡാറ്റ അവൈലബിൾ ആണ്. സ്ക്രീനർ, അതേപോലെ നമുക്ക് BSCയുടെ വെബ്സൈറ്റ്, അത് ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്, മോർണിംഗ് സ്റ്റാർ, അങ്ങനെ ഫണ്ടമെന്റൽ ഡാറ്റാസ് തരുന്ന വെബ്സൈറ്റുകൾ വഴി നമുക്ക് എക്സ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ അവർ ടാബുലർ കോളത്തിൽ ഈ ഡാറ്റാസ് എല്ലാം തരുന്നതാണ്. അപ്പൊ ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് സ്ക്രീനർ എന്നുള്ള സൈറ്റിൽ നിന്ന് ആണ് പാസ്റ്റ് ഡാറ്റ എടുക്കുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നോസിൽ എന്ന് പറഞ്ഞ സ്റ്റോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പൊ നോസിലിന്റെ ഡാറ്റ നമുക്ക് ഇവിടെ ക്വാർട്ടർലി റിസൾട്ട്സ്, ആനുവൽ റിസൾട്ട്സ് ഇതെല്ലാം അവൈലബിൾ ആണ്. ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്കിതൊരു എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് എക്സ്പോർട്ട് ചെയ്ത എക്സലിൽ നമുക്ക് ഡിഫറെന്റ് ടാബ്സ് കാണാം. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ബാലൻസ് ഷീറ്റ്, അതേപോലെ ക്വാർട്ടർലി പെർഫോമൻസ്, ക്യാഷ് ഫ്ലോ, പിന്നെ അവരുടെ മെയിൻ ഡാറ്റ ഷീറ്റ്. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആനുവൽ ഡാറ്റയാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇവിടെ നമുക്ക് കാണാം. മാർച്ച് 2010 മുതൽ 2018 വരെയുള്ള ലാസ്റ്റ് 10 ഇയേഴ്സിലുള്ള ഡാറ്റ അവൈലബിൾ ആണ്. 10 മാർച്ച് 2009 മുതലുള്ള ഉണ്ട്. അപ്പോൾ 10 ഇയേഴ്സിലുള്ള ഡാറ്റ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് റോസിൽ നോക്കിക്കഴിഞ്ഞാൽ സെയിൽസ്, എക്സ്പെൻസസ്. ഇപ്പൊ നമ്മൾ സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെയിൽസ്, അതിന് താഴെ എക്സ്പെൻസസ് ബ്രേക്ക് ഡൗൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. വെച്ചാൽ അതിൽ എക്സ്പെൻസ് എന്തൊക്കെയാണ് വരുന്നത്, റോ മെറ്റീരിയൽ കോസ്റ്റ്, അതേപോലെ ചേഞ്ച് ഇൻ ഇൻവെന്ററി, അതേപോലെ സ്റ്റോക്ക് ഇൻ ട്രേഡ്, പിന്നെ എംപ്ലോയി കോസ്റ്റ്, അതേപോലെ ഫ്യൂവൽ ആൻഡ് അതർ എക്സ്പെൻസ്. അത് ബിസിനസ്സിനനുസരിച്ച് പലതിലും മാറുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഇവിടെ പക്ഷെ ടോട്ടൽ എക്സ്പെൻസസ് ആണ് അവർ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഈ ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് ബാക്കിയുള്ള സെയിൽസിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻസ് പോയി കഴിഞ്ഞാൽ ഉള്ളതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അതിൽ നിന്ന് പിന്നെ അതർ ഇൻകം എന്ന് പറയുന്നത് കമ്പനിക്ക് വേറെ എന്തെങ്കിലും ഓപ്പറേഷൻസ് അല്ലാതെ ഉള്ള ഇൻകം ആണ് കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ ഫിക്സ്ഡ് അസറ്റ്സിന്റെ തേയ്മാനമൊക്കെ വരുന്നതിനെ വകയിരുത്തുന്നതാണ് ഡിപ്രീഷിയേഷൻ. അതേപോലെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കമ്പനിയുടെ ലോണിന് കമ്പനി ആ വർഷം അടച്ച ഇൻട്രസ്റ്റ് ആണ്. പിന്നെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റും ഡിപ്രീഷിയേഷനും കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. പിന്നെ ടാക്സ് അടച്ചു, അത് എത്രയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നു. അതിൽ നിന്ന് ടാക്സും പോയി കഴിഞ്ഞാണ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എൻ്റയർ ഓപ്പറേഷണൽ എക്സ്പെൻസസും ഡിപ്രീഷിയേഷനും ഇൻട്രസ്റ്റും ടാക്സും കഴിഞ്ഞിട്ടുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ്. പിന്നെ EPS, പ്രൈസ് ടു ഏർണിംഗ്, ഇതെല്ലാം ഇവിടെ ഈ ഷീറ്റിൽ തന്നെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. EPS, ഏർണിംഗ് പെർ ഷെയർ, പ്രൈസ് ടു ഏർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ പ്രൈസ് ഡിവൈഡഡ് ബൈ ഏർണിംഗ് പെർ ഷെയർ. അതേപോലെ മാർജിൻസ്, ഡിവിഡൻഡ് പേ ഔട്ട്, ഇതെല്ലാം ഇവിടെ ഈ ഷീറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ ഈ ഷീറ്റിൽ തന്നെ അവര് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിൽസ് ഗ്രോത്ത് 10 ഇയേഴ്സ്, 7 ഇയേഴ്സ് എന്നൊക്കെ. നമുക്ക് അതിന്റെ ഇക്വേഷൻ നോക്കാം. ഈ ഇക്വേഷൻ ഇറ്റ്സ് കൺഫ്യൂസിങ്. സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാനൊരു ഇക്വേഷൻ ഇവിടെ റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുക്കാം.
ഓക്കെ, സോ ഐക്യേഷൻ അവിടെ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് 10 years സെയിൽസ് ഗ്രോത്ത് ആണ്. ഇത് CAGR ഗ്രോത്ത് ആണ്. പെർസെൻറ്റേജിലേക്ക് മാറ്റാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ 5 years കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് മാറ്റി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 മുതൽ 2014 വരെയുള്ളത് മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് 2014 മുതൽ 2018 വരെയുള്ള ഡാറ്റയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇതാണ് സെയിൽസ് ഗ്രോത്ത്. ഇപ്പോൾ 10 years സെയിൽസ് ഗ്രോത്ത് 8%, 5 years 13% എന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കമ്പനി 10 years ഓവറോൾ നമ്മൾ പെർഫോമൻസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ആനുവലി CAGR 8% ഗ്രോ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 5 yearsലേക്ക് വരുമ്പോൾ കൂടുതൽ ഗ്രോത്ത് ആണ്. അപ്പോൾ കമ്പനിയുടെ ഗ്രോത്ത് കൂടി വരുവാണ്. ഇപ്പോൾ ലാസ്റ്റ് വർഷങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഇപ്പോൾ ലാസ്റ്റ് 2017 to 18 നമുക്ക് നോക്കുകയാണെങ്കിൽ 742 967, അത് നല്ലൊരു ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഇനി മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി നോക്കാം. കമ്പനിയുടെ സെയിൽസിന്റെ എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റബിലിറ്റി രണ്ട് രീതിയിൽ പറയാറുണ്ട്. ഒന്ന് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് സെയിൽസിന്റെ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ OPM, നമുക്ക് ഇവിടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഉണ്ട് ഡിവൈഡഡ് ബൈ സെയിൽസ്. ഇതാണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ. അത് പെർസെൻറ്റേജിലാക്കി നമുക്ക് ഓരോ വർഷത്തെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ നോക്കാം. അപ്പോൾ 2009 11% ഇപ്പോൾ 2018 വന്നപ്പോൾ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 27% ആയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് അവരുടെ ഓപ്പറേഷൻസ് എല്ലാം ഇമ്പ്രൂവ് ആയിട്ട് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പല ലോസുകളും കട്ട് ചെയ്തിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ഇന്നോസിൽ നിന്നുള്ള കമ്പനിയുടെ ഒക്കെ വരുമ്പോൾ റോ മെറ്റീരിയൽ കോസ്റ്റിലുള്ള ചേഞ്ച് ആയിരിക്കും. അതൊരു സൈക്ലിക്കൽ റോ മെറ്റീരിയൽ ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രീതിയിലായിരിക്കും ഈ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ചേഞ്ച് ചെയ്യുന്നത്. അതുപോലെ പക്ഷേ ഇത് ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ 3 വർഷം 11% കാണിച്ചു, പിന്നെ ഈ മാർജിൻ കുറഞ്ഞു 7%, 4%. ഇത് ആക്ച്വലി ഒരു നല്ലൊരു സിഗ്നൽ അല്ല. ഇപ്പൊ നല്ലൊരു ബിസിനസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിനർത്ഥം എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിക്ക് സൈക്ലിക്കൽ ആണ്, അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രൈസിങ് പവർ ഇല്ല, അങ്ങനത്തെ ഒക്കെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കേണ്ടത്. കാരണം അവരുടെ റോ മെറ്റീരിയലിന്റെ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പക്ഷെ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് എൻഡ് യൂസറിലേക്ക് അവർ സെൽ ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് അവർക്ക് അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം അവരുടെ ബിസിനസ് കോമ്പറ്റീഷനും പിയർ കോമ്പറ്റീഷനൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നെ അവിടെ നിന്ന് ഈ 2013 ലോ മാർജിന് ശേഷം പിന്നെ മാർജിൻ ഇമ്പ്രൂവ് ആയി 10%, ഇപ്പോൾ 27% ആണ് ഓപ്പറേറ്റിംഗ് മാർജിൻ. അതേപോലെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നെറ്റ് പ്രോഫിറ്റ് ആണ്, NPM. അപ്പൊ ഇത് എത്ര ശതമാനം നെറ്റ് പ്രോഫിറ്റ് എത്ര ശതമാനമാണ് സെയിൽസിന്റെ എന്നുള്ളതാണ് നെറ്റ് പ്രോഫിറ്റ് മാർജിൻ. ചില കമ്പനീസ് നമുക്ക് കാണാം നെറ്റ് പ്രോഫിറ്റ് മാർജിൻ എല്ലാം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായാലും നെറ്റ് പ്രോഫിറ്റ് മാർജിൻ കുറഞ്ഞു വരുന്നുണ്ടാവും. അതിന്റെ റീസൺ എന്ന് വെച്ചാൽ ചിലപ്പോൾ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് എല്ലാം കൂടുന്നുണ്ടാവും, ഡെപ്റ്റ് ഇൻക്രീസ് ചെയ്തിട്ട് ഇൻട്രസ്റ്റ് കോസ്റ്റ് കൂടുന്നതിനൊക്കെ കാരണമായിരിക്കും. ഈ ഒരു കമ്പനിയുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഇൻക്രീസ് ഒന്നുമില്ല, അത് ആൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ നെറ്റ് പ്രോഫിറ്റ് മാർജിൻ 8% ആണ് 2009 ഉണ്ടായിരുന്നത്, ഇതിപ്പോൾ 17% ആയി. അതൊരു നല്ലൊരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇതിൽ നിന്ന് നോട്ട് ചെയ്യാൻ പറ്റുക വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഫിറ്റിന്റെ എത്ര ശതമാനമാണ് ഇൻട്രസ്റ്റിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഓക്കെ, അത് പല രീതിയിൽ ആൾക്കാർ പല രീതിയിൽ യൂസ് ചെയ്യും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് യൂസ് ചെയ്യും, ചിലർ പറയും നെറ്റ് പ്രോഫിറ്റ് യൂസ് ചെയ്യും. പക്ഷെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് യൂസ് ചെയ്തിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു എക്സ്ട്രാ റോ നമുക്ക് ആഡ് ചെയ്യാം, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് കൊടുക്കാം.
ഇവിടെ ഈ കമ്പനിക്ക് വലിയ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒന്നുമില്ല. ആക്ച്വലി വലിയ ഡെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കമ്പനിയായിരുന്നു. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഭയങ്കര ഹൈ ആണ്. പക്ഷെ ഇതിന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2014 അവിടെ നമ്മുടെ മാർജിൻ ഒക്കെ കുറവായ വർഷങ്ങളിൽ കമ്പനിയുടെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കുറഞ്ഞു വന്നിട്ടുണ്ട്. 5-3. യൂഷ്വലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു 3യുടെ അബവ് ഒക്കെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഉണ്ടെങ്കിൽ അതൊരു നല്ല പോസിറ്റീവ് സൈൻ ആണ്. ഇനി കമ്പനി ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്ത് പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നു, പക്ഷെ അവര് ടാക്സ് അടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പൊ ഇതില് ടാക്സ് എന്ന് പറഞ്ഞ കോളം റോ നമുക്ക് കാണാം. അപ്പൊ അതില് അവര് ടാക്സ് അടച്ചതായിട്ട് കാണിക്കുന്നുണ്ട്, പക്ഷെ അത് എത്ര പെർസെന്റേജ് അടച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമുക്ക് ഒരു പെർസെന്റേജ് ഓഫ് ടാക്സ് നമുക്ക് അതും എന്തായിരിക്കും, ഇപ്പോൾ ടാക്സ് അടച്ചത് ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എടുക്കാം. അപ്പൊ അത് എത്ര പെർസെന്റേജ് ആണെന്ന് നോക്കാം. 33% ആണ്. അപ്പൊ ഇത് 2000 ഓരോ വർഷത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും കമ്പനി അറൗണ്ട് 30% ടാക്സ് അടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ 2013 ഇത് ജസ്റ്റ് 4% കാണിക്കുന്നുള്ളൂ. അതിന്റെ റീസൺ എന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടത്. നമ്മളൊരു ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് എടുക്കുമ്പോൾ എന്തുകൊണ്ട് കമ്പനിയുടെ 4% മാത്രമാണ് ആ വർഷത്തിൽ ടാക്സ് കാണിച്ചിട്ടുള്ളത്, അത് എന്തുകൊണ്ടാന്നുള്ള കാര്യം നമ്മളൊന്ന് കൂടുതൽ ഡിഗ് ചെയ്ത് സ്റ്റഡി ചെയ്യേണ്ടി വരും. അത് 2013 ആനുവൽ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ അതിൽ നിന്ന് എന്തെങ്കിലും അതിനുള്ള ഒരു ക്ലൂ കിട്ടുമായിരിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഡാറ്റാസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. പിന്നെ അതിന് പുറമെ നമുക്ക് പ്രൈസ് ഏർണിംഗ് റേഷ്യോ, പി, ഇതൊക്കെ ഇവിടെ അവർ ആൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് പല റേഷ്യോസും, അതായത് ഈ കറണ്ട് റേഷ്യോ, അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, ഇതെല്ലാം ബാലൻസ് ഷീറ്റിന് ബന്ധിച്ച് വരുന്നതാണ്. അതേപോലെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ഞാൻ ഈ വീഡിയോ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെന്റും ഈ 4-5 നമ്പേഴ്സ് ആൻഡ് റേഷ്യോസിൽ നിർത്തുവാണ്. ബാക്കി വേറെ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.